ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റിയും അതുപോലെ തന്നെ റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ, റോയാണ്. റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് ടോയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിച്ചത്. I=NEAVD എന്ന് വെച്ചാൽ ആരൊക്കെ തമ്മിലായിരുന്നു, കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു. VD=EE²/m അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരൊക്കെ തമ്മിലുള്ള റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് I= എന്താണ്, NEAVD. അപ്പോൾ നമുക്കറിയാം കറണ്ട് NEAVD ആണ് അല്ലേ. ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ കൊടുത്തു. ഇനി VD എന്ന് പറഞ്ഞാൽ എന്താ, VDയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ എഴുതി, ഞാൻ വായിച്ചു വന്നതാണ്. VD=EE²/m എന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. VD=EE²/m എന്നൊരു ഇക്വേഷൻ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി. അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ, ഏത് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം ഇക്വേഷൻ 1 ഒരു VD എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് അല്ലേ, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ വരും, I=NEA, VDയുടെ സ്ഥാനത്ത് ആരെ കൊടുക്കണം, EE²/m എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 3 എന്ന് അല്ല, ഇക്വേഷൻ കൊടുക്കുന്നില്ല, ഇക്വേഷൻ നമ്പർ ഞാൻ കൊടുക്കുന്നില്ല, തൊട്ടപ്പുറത്തേന് അടുത്തേന് ഞാൻ കൊടുക്കാം. നോക്കിയേ, ഇപ്പോൾ ഇവിടെ നോക്കിയേ, NEA×EE²/m എന്നാണ് അല്ലേ. ഇവിടെ ഒരു E എന്ന് പറഞ്ഞ ടേം ഉണ്ട്, ഇവിടെയും ഒരു സ്മോൾ ലെറ്റർ E എന്ന് പറഞ്ഞ ടേം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം, I=NE²/AE²/m എന്ന് എഴുതാം. ഞാൻ അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. മനസ്സിലായോ? ഇനി ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കണ്ടക്ടർ, ഇത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും എവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെയും പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലേ. ഇതിൻ്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് E=V/L ആണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എയുടെ സ്ഥാനത്ത് നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, V/L-നെ നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും, അപ്പം ഞാൻ അതൊന്ന് നോട്ട് ചെയ്യാം. എന്ത് കൊടുക്കാം, V/L ആണ് അല്ലേ. ആ V/L ആയതുകൊണ്ട് നമ്മൾ ഇയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കണം, V/L എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നോക്കി, I=NE²/A. ഇയുടെ സ്ഥാനത്ത് ആരെ കൊടുത്തു, V/L-നെ കൊടുത്തു ഇയുടെ സ്ഥാനത്ത്. പിന്നെ ഇവിടെ എന്തുണ്ട്, ന്യൂമറേറ്ററിൽ ഒരു ടോ എന്ന് പറഞ്ഞ ടേം ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഇവിടെ ഒരു M എന്ന് പറഞ്ഞ ടേം ഉണ്ട്, അതിനെയും കൊടുത്തു. മനസ്സിലായോ? ഇനി അടുത്തതായിട്ട്, അപ്പോൾ ഇത്രയും വരെ നിങ്ങൾ എന്താ ചെയ്തത്, കറണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ VDയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓംസ് ലോ. നമ്മൾ പഠിച്ചതാണ് ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു നമ്മളോട് പറഞ്ഞ, കറണ്ട്, റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. അത് എന്തായിരുന്നു ഓംസ് ലോ പറഞ്ഞൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇസ് പ്രപ്പോർഷണൽ ടു, എന്തിന് പ്രപ്പോർഷണൽ ആണെന്നാണ് നമ്മൾ പറഞ്ഞ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓർ V എന്ന് പറയുന്നത് ഇസ് പ്രപ്പോർഷണൽ ടു I ആണ് അല്ലേ. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. അതിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തുല്ലോ. എന്തായിരുന്നു നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തത്, V=IR ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. IR എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ് ഓംസ് ലോയിൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് V=IR ആണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇവിടെ നോക്കി, ഈ Vനെ ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഈ Vനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, I/V എന്ന് പറയുന്നത് NE²A/mL ആണ് അല്ലേ.
ഇനി നോക്കി, നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ തന്നെ ഞാൻ എഴുതി വായിച്ചു കഴിഞ്ഞ സംഭവമാണ് ഓംസ് ലോയുടെ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ബൈ ഐ എന്ന് പറയുന്നത് ആറാണല്ലോ. വി ബൈ ഐ എന്ന് പറയുന്നത് ആറാണ്. പക്ഷെ ഇവിടെ കിടക്കുന്ന നോക്കി ഐ ബൈ വി ആണ്, അതിൻ്റെ റിവേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ നേരെ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർ എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്ത് വരും എന്ന് വെച്ചാൽ ഐ ബൈ വി എന്ന് പറയുന്നത് 1/r ആണ്. മനസ്സിലായോ? അപ്പോൾ ടേക്കിംഗ് ദ റെസിപ്രോക്കൽ, രണ്ടിൻ്റെയും അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ എടുക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ എടുത്തിരിക്കണം. മനസ്സിലായോ? ഒരു സൈഡിൽ മാത്രമായിട്ട് നമ്മൾ എടുക്കരുത്. അപ്പോൾ രണ്ട് സൈഡിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെയും നമ്മൾ റെസിപ്രോക്കൽ എടുക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാം? വി ബൈ ഐ ഈസ് ഈക്വൽ ടു, അല്ലേ, വി ബൈ ഐ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എം എൽ ബൈ എൻ ഇ സ്ക്വയർ എ ടോ എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോൾ വി ബൈ ഐ എന്ന് പറയുന്നത് എന്താ? ആറാണ്. സോ നമുക്ക് ഇതിന് എന്ത് കൊടുക്കാം? ആർ ഈസ് ഈക്വൽ ടു എം എൽ ബൈ എൻ ഇ സ്ക്വയർ എ ടോ എന്ന് എഴുതാം. മനസ്സിലായോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇനി നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞു, എന്താണ്? ഓംസ് ലോ ഇപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓംസ് ലോയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. റെസിസ്റ്റൻസിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, അല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്തു? ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു സാധനമൊക്കെ ഇട്ടിട്ട് നമ്മൾ കോൺസ്റ്റന്റ് ആഡ് ചെയ്തു. അതാണ് നമ്മൾ എന്താ റെസിസ്റ്റിവിറ്റി റോ ഇൻറ്റു എൽ ബൈ എ എന്നൊക്കെ നമ്മൾ എഴുതി, ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താ? റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്നത് ഈ എ ആറിൻ്റെ അടുത്തേക്ക് എനെ കൊണ്ടുവരാം, ബൈ എല്ലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്നത് എന്താ? ആർ എ ബൈ എൽ ആണ്. ഇനി നിങ്ങൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സൂക്ഷിച്ച് നോക്കി. ഇവിടെ ആർ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ആർ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു എൽ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റിവിറ്റി, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? നോക്കിയേ, ഈ എല്ലിനെയും എയിനെയും ആറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എനെ കൊണ്ടുവരാണ്. എനെ കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഈക്വലിറ്റി ഇപ്പുറത്തേക്ക് ആകുമ്പോൾ അത് ഇത് ഡിനോമിനേറ്ററിലാണ്, ന്യൂമറേറ്ററിലേക്കായി മാറും. അപ്പോൾ ആർ എ എന്ന് വന്നു. ഇതെന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിലാണ്, ഈക്വൽ ടു സൈഡിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലായിട്ട് മാറും. അപ്പോൾ ആർ എ ബൈ എൽ ഈസ് ഈക്വൽ ടു ബാക്കി ആരുണ്ട്? എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് വരും. കാരണം എല്ലും എയും ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയതാണ്, അല്ലേ? അപ്പോൾ നോക്കിയേ, ആർ എ ബൈ എൽ, അങ്ങനെയാണെങ്കിൽ ആർ എ ബൈ എല്ലിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആരെ കൊടുക്കാം? റെസിസ്റ്റിവിറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നോക്കിയേ, റോ ഈസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് കിട്ടും. ഇപ്പോൾ മനസ്സിലായോ? റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് റോ ഈസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് അത് വരുന്നത്. ഇനി റെസിസ്റ്റിവിറ്റി കണ്ട സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ടക്ടിവിറ്റിയും കൂടി കാണാം, അല്ലേ? കണ്ടക്ടിവിറ്റി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് സിഗ്മയാണ്. സിഗ്മ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്മ ഇസ് ഈക്വൽ ടു 1/ρ ആണ്, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ കണ്ടക്ടിവിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണം? 1/ρ എടുക്കണം, അല്ലേ? 1/ρ എന്ന് പറയുന്ന റോയുടെ ഇക്വേഷൻ എന്താ? എം ബൈ എൻ ഇ സ്ക്വയർ ടോ ആണ്, അല്ലേ? എം ബൈ എൻ ഇ സ്ക്വയർ ടോ ആണ്. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സിഗ്മ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ബൈ എം എന്ന് കിട്ടും. മനസ്സിലായോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെറിവേഷനാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനും, അതുപോലെ തന്നെ റിലാക്സേഷൻ ടൈമും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനും ഒന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. മനസ്സിലായോ? അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കളർ കോഡിംഗ് ഓഫ് ഈ കാർബൺ റെസിസ്റ്റർ ആണ്. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ടിൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? റെസിസ്റ്റേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? പല റേഞ്ചിലുള്ള റെസിസ്റ്റേഴ്സ് ഉണ്ട്. അത് കിലോമിൻ്റെ, ഓമിൻ്റെ, അങ്ങനെ പല റേഞ്ചിലുള്ള റെസിസ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു റെസിസ്റ്റർ നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞാൽ, റെസിസ്റ്റർ കണ്ടവർക്ക് മനസ്സിലാവും, ഒരു റെസിസ്റ്റർ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അതിൻ്റെ കളർ വെച്ചിട്ടാണ് നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വരച്ചത് ഒരു റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്ററിൽ 3 കളറുകൾ കൊടുത്തിട്ടുണ്ട്, പല കളറുകൾ, 3 എന്നല്ല പല കളറുകൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റെസിസ്റ്ററിൻ്റെ ഒരു ഏകദേശം ഒരു ഷേപ്പ് ഇരിക്കുന്നത്.
നിങ്ങൾക്കിനി ഫിഗർ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവണമെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആവാത്തവരാണെങ്കിൽ നെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി. റെസിസ്റ്റർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പൊക്കെ എങ്ങനെയായിരിക്കണേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു മിക്കതും എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ്, കണ്ടിട്ടുള്ളതുമായിരിക്കും ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഒരു റെസിസ്റ്ററിൻ്റെ ഈ കളറുകൾ വെച്ചിട്ടാണ് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണേ എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഇത് 10 കിലോ ഓം ആണോ, 12 കിലോ ഓം ആണോ, 5 ഓം ആണോ, 20 ഓം ആണോ, 33 ഓം ആണോ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണേ എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ കളറുകൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്, ഗോൾഡ്, സിൽവർ, നോ കളർ എന്ന് പറഞ്ഞിട്ട്. ഈ ബോർഡിൽ നിങ്ങൾക്ക് എല്ലാ കളറുകളും ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിൽ ഞാനത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ഒന്ന് എന്താ പറയുക, നോട്ടിൽ എഴുതിയതിന് ശേഷം ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ കളറുകൾ, അപ്പോൾ നിങ്ങൾ ഈ കളറുകൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ കാണാണ്ട് പഠിക്കുക എന്നുള്ളത്. ഇത് കാണാണ്ട് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഒരു കോഡ് നിങ്ങൾ അതിനു വേണ്ടി പഠിക്കണം. കോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടൊരു കോഡാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഇത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കാം. BB റോയ് ഇത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കാം. ഇവിടെ തുടങ്ങി ഇവിടെ. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് എ വെരി ഗുഡ് വൈഫ് വെയറിംഗ് ഗോൾഡ് സിൽവർ നെക്ലേസ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ കളറുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ BB റോയ്, ഈ B എന്ന് പറയുന്നത് ഏത് കളറിനെ കാണിക്കുന്നതാണ്? ബ്ലാക്കിനെ കാണിക്കുന്നതാണ്. അപ്പോൾ തുടക്കം ബ്ലാക്ക് ആണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. മനസ്സിലായോ? 2 B വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കം ബ്ലാക്ക് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ BB ബ്ലാക്ക്, ബ്രൗൺ അല്ലേ, 2 കളർ നമുക്ക് കിട്ടി. റോയ് എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്താ? റെഡ് ആണ്, റെഡ്. പിന്നെ എന്താ പറയുന്നത്? O എന്ന് പറയുന്നത് ഓറഞ്ചിനെ കാണിക്കുന്നതാണ്. Y എന്ന് പറയുന്നത് യെല്ലോനെ കാണിക്കുന്നതാണ്. നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. Y യെല്ലോനെ കാണിക്കുന്നതാണ്. ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലേ, ഗ്രേറ്റിലെ G എന്ന് പറയുന്നത് ആരെ കാണിക്കുന്നു? ഗ്രീനെ കാണിക്കുന്നു. ബ്രിട്ടൻ എന്ന് പറയുന്നത് അതിലെ B എന്ന് പറയുന്നത് ബ്ലൂവിനെ കാണിക്കുന്നു. ഹാഡ് എ വെരി, ഈ V ഇവിടുത്തെ ഈ V എന്ന് പറയുന്നത് വയലറ്റിനെ കാണിക്കുന്നു. ഗുഡിലെ G എന്ന് പറയുന്നത് ഗ്രേനെ കാണിക്കുന്നു. വൈഫിന്റെ W എന്ന് പറയുന്നത് വൈറ്റിനെ കാണിക്കുന്നു. വെയറിംഗ് ഗോൾഡ് സിൽവർ നെക്ലേസ്, ലാസ്റ്റത്തെ കളറുകൾ കാണിക്കാണ്ട് ഗോൾഡ് സിൽവർ നെക്ലേസ് എന്ന് പറയുന്നത് നോ കളറിനെ കാണിക്കുന്നതാണ്. മനസ്സിലായോ? അങ്ങനെ ഈ ഒരു ഇപ്പോൾ BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് എ വെരി ഗുഡ് വൈഫ് വെയറിംഗ് ഗോൾഡ് സിൽവർ നെക്ലേസ്, അത് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ കളർ കോഡുകളെല്ലാം കാണാണ്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇനി എങ്ങനെയാണ് നമ്മൾ റെസിസ്റ്ററിൻ്റെ കളർ കോഡുകളൊക്കെ പഠിച്ചു, ഇനി എങ്ങനെയാണ് റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണേ എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം വരാം അല്ലേ. അപ്പോൾ ഞാൻ ഈ റെസിസ്റ്ററിനെ ഒന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു റെസിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പല കളറുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഇപ്പോൾ ഇവിടെ നോക്കി, ഞാൻ ആദ്യത്തെ കളർ ഇപ്പോൾ ഞാൻ എടുത്തേണ്ട റെസിസ്റ്ററിൽ ആദ്യത്തെ കളർ റെഡ് ആണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ കളർ ബ്ലൂ ആണ്, അതുപോലെ മൂന്നാമത്തെ കളർ എൻ്റെ ബ്രൗൺ ആണെന്ന് വിചാരിക്കുക, ഗ്രീൻ അല്ലാട്ട് ബ്രൗൺ ആണ്. ഇനി ഇവിടെ ഒരു കളറും കൂടി ഉണ്ടാവും, അത് ഒന്നില്ലെങ്കിൽ ഗോൾഡോ സിൽവർ, അതായത് നാലാമത്തെ കാണുന്നത് ഗോൾഡോ സിൽവറോ അല്ലെങ്കിൽ നോ കളറായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യത്തെ കളർ ഏതാണെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്? റെഡ് ആണ്. ആദ്യത്തെ റെഡ് കളറാണ്. പിന്നത്തെ ബ്ലൂ ആണ്. പിന്നെ ഏതായിരുന്നു മൂന്നാമത്തെ വരുന്നത്? ബ്രൗൺ ആണ് അല്ലേ. പിന്നെ വരുന്നത് ഏത് കളറാണ്? ഗോൾഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എഴുതാന്നുള്ളത് ശ്രദ്ധിക്കാം. ആദ്യം റെഡ് ആണല്ലോ വരുന്നത്. റെഡിൻ്റെ നമ്പർ എത്രയാണ്? 2 ആണ്. 2. പിന്നെ വരുന്നത് ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ വാല്യൂ എത്രയാണ്? ബ്ലൂ നോക്കി 6 ആണ് അല്ലേ. 6 ആണ് ബ്ലൂവിൻ്റെ വാല്യൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതിയതിന് ശേഷം നിങ്ങൾ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് നോക്കാം. 6 ആണ് അതിൻ്റെ നമ്പർ. മൂന്നാമത്തെ വരുന്നത് നമ്മൾ എഴുതുന്നത്, അപ്പം ഫസ്റ്റത്തെ രണ്ടെണ്ണത്തിന് നമ്മൾ വാല്യൂസ് എഴുതി, എത്ര നമ്പർ എന്നുള്ളത് നമ്മൾ എഴുതി. മൂന്നാമത്തെ നമ്മൾ എഴുതുന്നത് അതിൻ്റെ മൾട്ടിപ്ലയർ ആണ്, എന്ന് വെച്ചാൽ ഇൻറ്റു. ആ മൂന്നാമത്തെ എത്ര വരുന്നത്? ബ്രൗൺ ആണ്. ബ്രൗണിൻ്റെ മൾട്ടിപ്ലയർ എത്രയാണെന്ന് നോക്കി? 10⁻1 ആണ് അല്ലേ. നാലാമത്തെ നമ്മൾ എഴുതുന്നതോ അതിൻ്റെ ടോളറൻസ് ആണ്. അപ്പോൾ നോക്കിയേ, പ്ലസ് ഓർ മൈനസ് ടോളറൻസ് എത്രയാണെന്ന് നോക്കിയാൽ ഗോൾഡിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നത് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്.
5% ആണ്. കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു 5% ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ±5% എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ 26 × 10⁻⁴ എന്ന് പറയുന്നത് 260 ആണ് അല്ലേ? 26 × 10⁻⁴ എന്ന് പറയുന്നത് 260 ആണ്. 260 ഓം ± എന്ത് കിട്ടും? 5% എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പല റേഞ്ചിലുള്ള റെസിസ്റ്റേഴ്സിന് നിങ്ങൾക്ക് ഇതുപോലെ കളർ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. വേറൊരു എക്സാമ്പിൾ തരാം. ഓറഞ്ച് 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 അതുപോലെ ലാസ്റ്റ് നോ കളറാണ് കേട്ടോ. ലാസ്റ്റ് നോ കളറൊന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഓറഞ്ച് 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 എന്നാണ്. അപ്പോൾ നോക്കി, ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ നമ്പറാണ് എഴുതുന്നത്. ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ നമ്പറാണ് എഴുതുന്നത്. പിന്നെ മൂന്നാമത്തെ എഴുതുന്നത് അതിൻ്റെ മൾട്ടിപ്ലയർ ആണ്. നാലാമത്തെ ടോളറൻസ് ആണ് എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ ഓറഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓറഞ്ചിൻ്റെ നേരെയുള്ള നമ്പർ 3 ആണ്. പിന്നെ ഓറഞ്ചിൻ്റെ നേരെയുള്ള നമ്പർ എത്രയാണ്? 3 അല്ലേ? പിന്നെയും ഓറഞ്ചാണ് വരുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്ലയർ ആണ്. × 10⁻³ ആണ് വരുന്നത് അല്ലേ? പിന്നെ എന്താ? ടോളറൻസ് ± നോ കളറാണല്ലോ. നോ കളർ എന്ന് പറയുന്നത് 20% ആണ് അല്ലേ? അപ്പോൾ ±20% എന്ന് വരും. അപ്പോൾ നോക്കി, 33 × 10⁻³ 10⁻³ എന്ന് പറയുന്നത് കിലോ ഓമിൻ്റെ റേഞ്ചിലാണ്. അപ്പോൾ 33 കിലോ ഓം എന്ന് നമുക്ക് കിട്ടും. ±20%. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഒരു റെസിസ്റ്ററിൻ്റെ കളർ കോഡ് കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരാം. ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് കാണിക്കണം. അപ്പോൾ മനസ്സിലായല്ലോ? ആദ്യത്തെ രണ്ട് കളർ എന്ന് പറയുന്നത് നമ്പറാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ആണ്. നാലാമത്തെ എന്ന് പറയുന്നത് ടോളറൻസ് ആണ്. നാലാമത്തെ വരുന്ന കളർ എപ്പോഴും സിൽവർ, ഗോൾഡ് അല്ലെങ്കിൽ നോ കളർ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് വരുന്നത്. ഇത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടാണ് ചോദിക്കാറുള്ളൂ. പിന്നെ 1 വേർഡ് ആയിട്ട് ചോദിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചാൽ തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇത് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ അത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റത്തെ 2 കളറിൽ ഏതാണ് നമ്പർ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് പഠിച്ചു. അതുപോലെ തന്നെയാണ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സും പറയുന്നത്. അപ്പോൾ ഏതൊക്കെ കോമ്പിനേഷൻസ് ഉണ്ടാവും? നമ്മളവിടെ പഠിച്ച പോലെ തന്നെ സീരീസ് കോമ്പിനേഷൻ ഉണ്ടാവും അല്ലേ? അതുപോലെ രണ്ടാമത്തെ എന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷൻ ഉണ്ടാവും. നിങ്ങളിത് മുൻ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും ഉണ്ട്. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് വരയ്ക്കും അല്ലേ? ഞാനൊരു 3 റെസിസ്റ്ററിനെ ഞാൻ വരയ്ക്കുകയാണ്. ഇതിനെ സീരീസ് ആയിട്ട് വരച്ചു ആണല്ലോ. ഈ റെസിസ്റ്ററിനെ ഞാൻ R1 എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ R2 എന്ന് വിളിച്ചു, ഇതിനെ R3 എന്ന് വിളിച്ചു. സീരീസിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പം ഞാനിവിടെ കറണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ I എന്ന് പറഞ്ഞ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യാണ് അല്ലേ? കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്തിട്ട് നോക്കി, R1 ഒഴുകുന്ന കറണ്ട് R2 ഒഴുകുന്ന കറണ്ടും R3 ഒഴുകുന്ന കറണ്ടും എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ സീരീസിൽ I എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതേസമയം ശ്രദ്ധിച്ചു നോക്കി നമുക്കറിയാം, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആയിരിക്കില്ല ഇവിടുത്തെ പൊട്ടൻഷ്യൽ പോലെ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആയിരിക്കില്ല ഇവിടുത്തെ ആയിരിക്കും, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആയിരിക്കില്ല ഇവിടുത്തെ. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യലിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ V1 വ്യത്യാസം ഉണ്ടല്ലോ, V2 ഇതിന് V3 എന്ന് ഞാൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? I എന്ന് പറയുന്നത് സെയിം ആണ്, V എന്ന് പറയുന്നത് ബട്ട് V എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? V = V1 + V2 + V3. 3 സ്ഥലത്തും ഡിഫറെൻ്റ് ആണല്ലോ. V = V1 + V2 + V3 എന്ന് എഴുതി. V എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം? V എന്ന് പറയുന്നത് IR ആണ് അല്ലേ? V = I നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ വിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? IR = V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? V1 V1 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഇവിടുത്തെ V1 = അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? I ആണ്. സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു. I × ഇവിടെ ഏത് റെസിസ്റ്റർ നമ്മൾ എടുക്കുന്ന R1 എന്ന് പറഞ്ഞ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് V1 = I × R1 എന്ന് എഴുതാം. അപ്പോൾ I × R1
പ്ലസ് V2 എടുത്തു. V2 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെ അല്ലേ, ഈ ഭാഗത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു I ഇൻറ്റു, അവിടെ സെയിം കറണ്ട് അല്ലേ, ഈ എന്നിട്ട് V1നും V2യിലൊക്കെ സെയിം കറണ്ട് തന്നെയാണല്ലോ ഫ്ലോ ചെയ്യുന്നത്. ഈ I എന്ന് പറഞ്ഞ കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ V2 ഈസ് ഈക്വൽ ടു I ഇൻറ്റു റെസിസ്റ്റർ R2 എന്ന് പറഞ്ഞ റെസിസ്റ്ററാണ് അവിടെ നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ I ഇൻറ്റു R2. സിമിലർലി നമുക്ക് എന്ത് പറയാം, V3 എന്ന് പറയുന്നത് I ഇൻറ്റു R3 ആണ്, ആണല്ലോ. അപ്പോൾ നോക്കി, ഇതിൽ കോമൺ ആയിട്ടുള്ളത് ആരാ, IR ഇസ് ഈക്വൽ ടു, ഇവിടെ കോമൺ ആയിട്ടുള്ളത് ആരാ, I ആണ്. അപ്പോൾ I പുറത്തെടുത്തു, I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3. 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ R3 വരെ എഴുതി നിർത്തിയത്. ഇനി നോക്കി, ഈ ഐയും ഐയും നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. ബാക്കി നമുക്ക് എന്ത് കിട്ടും, R ഇസ് ഈക്വൽ ടു R1 പ്ലസ്, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സൈഡിലേക്ക് എടുത്തെഴുതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക, R എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. ഇനി N റെസിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. 4 N റെസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് എഴുതാവുന്നുള്ളൂ. R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര പ്ലസ് RN എന്ന് എഴുതാം. മനസ്സിലായോ? അതായത് നമുക്ക് ഇൻ ജനറൽ എങ്ങനെ എഴുതണ്ടേ, R സീരീസ് ആയതുകൊണ്ട് RS എന്ന് കൊടുക്കുക. നിങ്ങൾ എഴുതുമ്പോൾ R ഇട്ടിട്ട്, ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അന്ന് കപ്പാസിറ്റേഴ്സിൻ്റെയൊക്കെ കണ്ടപ്പോൾ ചിലവരുടെയിൽ കണ്ടതാണ്, സീരീസ് എഴുതുന്ന സമയത്ത് C ഇട്ടിട്ട് S ഇങ്ങനെ എഴുതരുത് ഒരിക്കലും. ഈ എസിന് താഴേക്ക് ഇറക്കി എഴുതണം. മനസ്സിലായോ? സീരീസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്നുള്ളൂ. അപ്പോൾ RS ഇസ് ഈക്വൽ ടു N ഇൻറ്റു R എന്ന് വരും. മനസ്സിലായോ? ജനറൽ ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ. അപ്പോൾ ഇഫക്റ്റീവ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. മനസ്സിലായോ? ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത കോമ്പിനേഷൻ ഏതാ, പാരലൽ കോമ്പിനേഷനാണ്. പാരലൽ കോമ്പിനേഷൻ നമുക്ക് എഴുതാമല്ലോ. കണക്ഷനിൽ നോക്കി, ഞാൻ 3 റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് വെച്ചിട്ടുണ്ട്. R1 R2 R3 എന്ന് ഞാൻ പേര് കൊടുത്തു. ഇതിലൂടെ I എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ I എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്ത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, 3 അത് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. സാധാരണ ഏതെങ്കിലും വെള്ളം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ചാലുകളുണ്ടെങ്കിൽ 3 ചാലുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന പോലെ ഇവിടെ I1 എന്ന് പറഞ്ഞ കറണ്ടും ഇത് I2 എന്ന് പറഞ്ഞ കറണ്ടും ഇത് എന്ത് ചെയ്യും, I3 എന്ന് പറഞ്ഞ കറണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് അവസാനം അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്തായിട്ട് മാറും, I എന്ന് പറഞ്ഞ കറണ്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ I എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ 3 സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇവിടുത്തെ കേസിൽ നോക്കി, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഈ ഭാഗത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഏതാ ഡിഫറെൻ്റ് എന്ന് പറയുന്നത്, I എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ V എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാമല്ലോ. എങ്ങനെയായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ളത് I ആണല്ലോ. അപ്പോൾ I ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, I1 പ്ലസ് I2 പ്ലസ് I3 ആണല്ലോ. I എന്ന് പറയുന്നത് എത്രയാണ്, നമുക്കറിയാം V ഇസ് ഈക്വൽ ടു IR ആണ്. അങ്ങനെയാണെങ്കിൽ I ഇസ് ഈക്വൽ ടു എന്ത് വരും, V ബൈ R ആണ്. അപ്പോൾ ഐയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, V ബൈ R ഇസ് ഈക്വൽ ടു I1ൻ്റെ സ്ഥാനത്തോ, I1 എന്ന് പറയുന്നത് ഈ റെസിസ്റ്ററിന് ഇവിടെയുള്ള കറണ്ട് I1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ I1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, അവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു, അതായത് V എന്ന് എഴുതാം അല്ലേ. പക്ഷേ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇത്ര R1 ആണ്. അപ്പോൾ V ബൈ R1 എന്ന് വരും. അതുപോലെ I2ൻ്റെ സ്ഥാനത്തോ V ബൈ R2 എന്നുള്ളതും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ V ബൈ R3 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കി, ഇതിൽ കോമൺ ആയിട്ടുള്ളത് ആരാ, V ആണ്. Vനെ നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ വിയും കട്ട് ചെയ്ത് പോയി. ബാക്കി നമുക്ക് എന്ത് കിട്ടും, I ഇസ് ഈക്വൽ ടു 1 ബൈ R ഇസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 എന്ന് നമുക്ക് കിട്ടും. അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന് പാരലലിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ബൈ R ഇസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർ N റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ, ഫോർ N റെസിസ്റ്റേഴ്സ് 1 ബൈ RP എന്ന് പറയുന്നത് N ബൈ R ആണ്. മനസ്സിലായോ? RP ഇസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക, RP അത് തിരിച്ചിടാം. RP ഇസ് ഈക്വൽ ടു R ബൈ N എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ? കിട്ടിയോ? ഇത്രയേ ഉള്ളൂ സീരീസും പാരലലും നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു സീരീസ് കോമ്പിനേഷൻ്റെ കേസിൽ, ഇപ്പോൾ സീരീസിൻ്റെ കേസിലാണെങ്കിൽ RS എന്ന് പറയുന്നത് N ഇൻറ്റു എന്താ നമ്മൾ പറഞ്ഞിരുന്നത്, R എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. പാരലലിൻ്റെ കേസിലാണെങ്കിൽ RP ഇസ് ഈക്വൽ ടു R ബൈ N ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും,
ആർ എസ് ബൈ ആർ പി ഈസ് ഈക്വൽ ടു എൻ ആർ ബൈ എൻ എന്നായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിന്? ആർ എസ് ബൈ ആർ പി ഈസ് ഈക്വൽ ടു എൻ ആർ ഡിവൈഡഡ് ബൈ, അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ വെറുതെ ഡിവിഷനായിട്ടൊരു സ്റ്റെപ്പും കൂടി കൂടുതൽ എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആർ ബൈ എൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടി എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എന്ത് കിട്ടും? ആർ എസ് ബൈ ആർ പി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എൻ ആർ ഇൻറ്റു എൻ ബൈ ആർ എന്ന് വരും. ആറും ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് എന്ത് കിട്ടും? ആർ എസ് ബൈ ആർ പി എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആണ്. അതായത് റേഷ്യോ സീരീസ് ബൈ പാരലൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ചോദിക്കാം, എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്.